പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധമായ ദീനിന് വേണ്ടി എത്രത്തോളം ത്യാഗം ചെയ്തു എന്നതിന്റെ ബദർ കഴിഞ്ഞതിന് ശേഷം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് ഉഹദ്. ഉഹദ് ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിന് വലിയൊരു പാഠമാണ് ഉഹദിലൂടെ നൽകുന്നത്. ആ ഒരു നിലക്ക് ഇവിടെ കടന്ന് അന്തിയുറങ്ങുന്ന മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ വേദനിക്കുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്തതാണ് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു വധം. അവർ അന്തിയുറങ്ങുന്ന പരിശുദ്ധമായ ഉഹദിന്റെ രണാങ്കളത്തിന്റെ അടുത്ത് അവരുടെ മക്ബറയോട് ചേർന്നാണ് നമ്മൾ നിൽക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചു, മദീനയിൽ നിന്ന് 1000 അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ 3000 പടയാളികളുമായിക്കൊണ്ട് സർവസന്നാഹത്തോടുകൂടി ബദറിലേറ്റ പരാജയത്തിന് പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്. കേവലം 5 കിലോമീറ്റർ മാത്രമാണ് മദീനയിലെ മസ്ജിദുൻ നബവിയിൽ നിന്ന് ഇവിടേക്കുള്ളത്. ആ 5 കിലോമീറ്റർ എന്ന് മനസ്സിലാക്കുന്നത് ഇങ്ങോട്ട് ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ അവരെ പ്രതിരോധിക്കാൻ വേണ്ടി ഹബീബായ റസൂലുള്ളയും പടയാളികളും ഒരുമിച്ച് കൂടി എന്ന് മാത്രമാണ്. 1000 ആളുകളുമായി കൊണ്ട് മദീനത്തെ പള്ളിയിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരോട് പ്രതിരോധം തീർക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി കടന്നു വന്നു. പക്ഷെ 300 ആളുകൾ വഴിയിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്തു? പിന്തിരിഞ്ഞു പോയി. അവരുടെ നേതാവ് എന്നെ പരിഗണിക്കുന്നില്ല, ഞാൻ പറഞ്ഞ വാക്കുകൾക്ക് വലിയ വില നൽകുന്നില്ല എന്ന് പറഞ്ഞ് മുനാഫിക്കീങ്ങൾ 300 ആളുകൾ തിരിഞ്ഞുപോയി. എന്നാൽ ഹബീബായ റസൂലുള്ളയും അവിടുത്തെ പരിശുദ്ധരായിരിക്കുന്ന സഹാബത്തും 700 ആളുകൾ ഉഹദിലേക്ക് കടന്നു വരികയാണ്. ഉഹദ് യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഹബീബായ റസൂലുള്ള ഏറ്റവും കൂടുതൽ നിർദ്ദേശം നൽകിയത് അബ്ദുല്ലാഹ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 40 ആളുകളെ, കണ്ടില്ലേ ഈ കാണുന്ന പർവ്വതം, അതാണ് ജബലുർ റുമ്മാത്ത്. അത് ചെറുതായിട്ട് പോയിക്കാണ്, വലിയ പർവ്വതമായിരുന്നു. കാരണം നിങ്ങൾ കണ്ടില്ലേ, അതാണ് ജബലുർ റുമ്മാത്ത്. ഉഹദിലെ ജബലുർ റുമ്മാത്ത് നമ്മളൊക്കെ പഠിക്കുകയും നമ്മളൊക്കെ മദ്രസകളിലും മറ്റുമൊക്കെ കേൾക്കുകയും ഒക്കെ ചെയ്ത ഉഹദിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര കേന്ദ്രമാണ്, ചരിത്ര സ്ഥലമാണ്, ചരിത്രമായ പർവ്വതമാണ് ജബലുർ റുമ്മാത്ത്. അവിടെ 40 ആളുകളെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തി. അബ്ദുല്ലാഹ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ആയിരുന്നു അതിന്റെ നേതൃത്വം. ഈ 40 ആളുകളും അമ്പെയ്ത്തിൽ നിപുണരായിരുന്നു. എന്നിട്ട് റസൂലുള്ള അവരോട് ഒരു ഉപദേശം നൽകി. എന്റെ ഒരു കൽപ്പന കിട്ടുന്നത് വരെ യുദ്ധം ജയിച്ചോട്ടെ, യുദ്ധം പരാജയപ്പെട്ടോട്ടെ, ഇവിടെ എന്ത് സംഭവിച്ചോട്ടെ, നിങ്ങൾ അതിലേക്ക് കേന്ദ്രീകരിക്കരുത്, നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിക്കുക പോലും ചെയ്യരുത്. നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം വലിയ ഒരു ദൗത്യമാണ്. ആ ഒരു ദൗത്യം ഇവിടേക്ക് ആര് കടന്നു വന്നാലും അവരെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വലിയ അമ്പെയ്ത്തിൽ നിപുണരായ 40 ആളുകളെ വലിയ രീതിയിൽ വലിയ പ്രതിരോധത്തിന്റെ വലയം സൃഷ്ടിക്കുമാർ അവരവിടെ ഹബീബായ റസൂലുള്ള നിർത്തി. യുദ്ധം കൊടുമ്പിരി കൊണ്ടു. ബദറിനെ പോലെ തന്നെ ഇവിടുന്ന് മുനാഫിക്ക്, ഇവിടുന്ന് ശത്രുക്കള് ഓടി ഒളിക്കുകയാണ്, അവർ പിന്തിരിഞ്ഞോടുകയാണ്. എല്ലാം ഇട്ടേച്ചുകൊണ്ട് പിന്തിരിഞ്ഞോടി. മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവും അവിടുത്തെ പരിശുദ്ധരായിരിക്കുന്ന റസൂലുള്ളാഹിന്റെ സഹാബത്തും വലിയ പ്രതിരോധം തീർത്തുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഖുറൈശികൾ ഇവിടുന്ന് പിന്തിരിഞ്ഞോടുകയാണ്. ആ സമയത്താണ് ഇവിടുന്ന് ജബലുർ റുമ്മാത്തിൽ നിർത്തിയിരുന്ന ആളുകൾ യുദ്ധം കഴിഞ്ഞു. യുദ്ധത്തിൽ നിന്ന് അവരൊക്കെ പിന്തിരിഞ്ഞോടി. എല്ലാ സ്വത്തുക്കളും ഇട്ടേച്ചു പോയി. ഗനീമത്ത് സ്വത്തുക്കളൊക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിങ്ങനെ വീതം വെക്കുന്നത് കണ്ടപ്പോൾ ഈ 40 ആളിൽ നിന്ന് കുറച്ച് ആളുകൾ പറഞ്ഞു, ഇനി നമ്മൾ എന്തിനിവിടെ നിൽക്കണം? യുദ്ധം കഴിഞ്ഞല്ലോ, അവസാനിച്ചല്ലോ, പിന്നെ ഇനി എന്തിനാ നമ്മൾ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു. ചോദിച്ചപ്പോ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയപ്പെട്ട ഒരു സംഗതിയുണ്ട്. ഇവിടുന്ന് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അവിടുത്തെ കൽപ്പന ലഭിക്കുന്നത് വരേക്ക് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പാടില്ല. പക്ഷെ അവർ ധിക്കരിച്ചു എന്ന് പറയാൻ പാടില്ലെങ്കിലും അവർക്ക് അങ്ങനെ തോന്നി അവരവിടുന്ന് ഇറങ്ങി വരികയാണ്. സത്യത്തില് ഖുറൈശികള്, ശത്രുക്കള് ഇവിടുന്ന് ഓടി പിന്തിരിഞ്ഞിട്ടുണ്ട് എങ്കിലും അവരെവിടൊക്കെയോ ഒളിച്ചിരുന്നു. അങ്ങനെയാണ് ഈ ജബൽ ഉമ്മാത്തിന്റെ മുകളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞത് കണ്ടപ്പോൾ, 40 ആളുകളിൽ നിന്ന് പലരും ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ ആ ഒരു ഗ്യാപ്പ്, ആ ഒരു വിടവ് മനസ്സിലാക്കിക്കൊണ്ട് ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു, അന്ന് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല, വലിയ ശൂരനാണ്, വലിയ ധീരനാണ്. അള്ളാഹു പിന്നീട് അവർ ഒരുപാട് യുദ്ധങ്ങൾ നയിച്ചിട്ടുണ്ട്. അവർ കടന്നു വരുന്നതിന്റെ മുമ്പ് 200
കുതിരപ്പടയാളികൾ അതിലൂടെ കടന്നു വരികയാണ്. അതിലൂടെ കടന്നു വന്നപ്പോ ഒരു പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലിയൊരു മിന്നലാക്രമണം ഈ രണാങ്കളത്തിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. മുഅ്മിനീങ്ങളെ, നമ്മുടെ ഹൃദയം പിടക്കേണ്ടതുണ്ട്. നമ്മൾ വളരെയധികം നമ്മൾ വളരെയധികം വികാര നിർഭരരായിക്കൊണ്ടാണ് നമ്മൾ ഇവിടെ നിൽക്കേണ്ടത്. ഉഹദിലാണ് നമ്മളുള്ളത്. ഈ രണാങ്കളം ഇത് പരിശുദ്ധമായ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടിക്കൊണ്ട് അടരാടിയ മണ്ണാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു അവർ ജബൽ റുമാത്തിൽ നിർത്തിയ സഹാബികൾക്കടക്കം പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവർ വലിയൊരു മിന്നലാക്രമണം നടത്തി. പിന്നീട് ഒരു ഘോരമായ ഒരു യുദ്ധം നടക്കുകയാണ്. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ധീരമായി കൊണ്ട് അവരെ നേരിടുകയാണ്. ആ സമയത്ത് മുഅ്മിനീങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ബദറിൽ അവർ ധീരമായി കൊണ്ട് നിലനിന്നവരാണ്. അവരാണ് ഉത്ബയെ വധിച്ചത്, അവരാണ് വലീദിനെ വധിച്ചത്. അങ്ങനെ ഹിന്ദ് എന്ന് പറയപ്പെടുന്ന അബൂ സുഫിയാന്റെ ഭാര്യ അവരുടെ പിതാവിനെയും അവരുടെ സഹോദരനെയും അതേപോലെ തന്നെ അവരുടെ അമ്മാവനെയും ബദറിൽ വെച്ചുകൊണ്ട് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരം ഉഹദിൽ തീർക്കണം എന്നുള്ള രീതിയിലാണ് അവർ കടന്നു വന്നിരുന്നത്. അവരൊരു പ്രത്യേകമായി കൊണ്ട് അതിനുവേണ്ടി അവരുടെ അടിമയായ വഹ്ഷി എന്ന് പറയപ്പെടുന്ന പിന്നീട് പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നാൽ ആ പേര് കേട്ടാൽ നമ്മൾ അവർക്ക് വേണ്ടി റളിയല്ലാഹു ചെല്ലണം. കാരണം അവർ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് എങ്കിലും അവർ ദീനിലേക്ക് കടന്നു വന്നു, സ്വഹാബിയായി. വലിയ ഭാഗ്യമല്ലേ? ആ വഹ്ഷി അവര് പ്രത്യേകമായി കൊണ്ട് നിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ഞാൻ തയ്യാറാണ്, പക്ഷെ ഹംസയെ വധിക്കണം റളിയല്ലാഹു അൻഹു. ആ ഒരു കരാർ അത് ഏറ്റെടുക്കുകയും അവസാനം വിഷത്തിൽ ഊട്ടിയ ഒരു ചാറ്റുളിയുമായി കൊണ്ടാണ് ഇവിടെ ഒരു പ്രദേശത്ത് ഒളിച്ചു നിൽക്കുന്നത്. ആ സമയത്ത് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ധീരമായി കൊണ്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളെ വധിച്ചതിന് ശേഷം വഹ്ഷിയെ കണ്ടു. വഹ്ഷിയുടെ അടുക്കലേക്ക് പോകുമ്പോഴേക്കും ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കാല് വഴുതി. ആ വഴുതിയുള്ള വീഴ്ചയിൽ ഒരൊറ്റ ചാറ്റുളി പ്രയോഗമാണ് ഈ വഹ്ഷി നടത്തുന്നത്. അവിടുത്തെ ഈ വയറിന്റെ അടിവയറ്റത്തേക്ക് ആ ചാറ്റുളി കേറിക്കൊണ്ട് നേരെ പുറംഭാഗത്തേക്ക് കടന്നു വരികയാണ്. മുഅ്മിനീങ്ങളെ, എത്രത്തോളം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറെ പ്രിയപ്പെട്ട എളാപ്പ മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു അവിടെ പിടഞ്ഞു വീണ് അവിടെ വെച്ചുകൊണ്ട് ഷഹീദാവുകയാണ്. അങ്ങനെ ഹിന്ദ് കടന്നു വരികയാണ്. ദേഷ്യം സഹിക്കാൻ കഴിയാതെ അവിടുത്തെ കരള് പറിച്ചെടുത്തുകൊണ്ട് ചവച്ച് തുപ്പുകയാണ്. എത്രത്തോളം ക്രൂരമായി കൊണ്ടുള്ള പരാക്രമങ്ങളാണ് നടത്തിയത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു ജനാസ കണ്ടപ്പോൾ ഏറെ വിഷമിച്ചു. അതിനുശേഷം എത്രത്തോളം ഒരു ദുഃഖം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നെ ഉണ്ടായിട്ടില്ല. അത്രത്തോളം ദുഃഖമായിരുന്നു, കാണാൻ പോലും കഴിയുമായിരുന്നില്ല. അങ്ങനെ മഹത്തുക്കളായിരിക്കുന്ന ഹബീബായ റസൂലുള്ളാഹിന്റെ മുൻപല്ല് പൊട്ടി ഏറെ വേദനിച്ചു. ശരീരത്തിൽ നിന്ന് രക്തം വന്നു. അള്ളാന്റെ ഹബീബിന്റെ രക്തം പൊടിഞ്ഞ മണ്ണാണ് ഉഹദ് രണാങ്കളം. അവിടെയാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് മുഅ്മിനീങ്ങളെ. എന്നിട്ട് ഉഹദ് മലയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. ഉഹദ് മല കോരിത്തരിച്ചുപോയി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദ് മലയുടെ ഉഹദ് മലയെ കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചു തന്നത്, ഉഹദ് മല നമ്മളെ സ്നേഹിക്കുന്നു, നാമും അതിനെ സ്നേഹിക്കുക എന്നതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ രണങ്കളം ഈ മല കണ്ടിട്ടുണ്ടാവില്ലേ? അത് കോരിത്തരിച്ചു പോയില്ലേ? എത്രത്തോളം ഹബീബായ റസൂലുള്ളാഹിന്റെ മുൻപല്ല് പൊട്ടിയിട്ട് അവരെല്ലാവരും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വധിക്കപ്പെട്ടു എന്നുള്ള കിംവദന്തി അടക്കം പറന്നുപോയി. കുറെ ആളുകൾ അതിന്റെ പേരിൽ പിന്തിരിഞ്ഞു പോവുകയൊക്കെ ഉണ്ടായി. അങ്ങനത്തെ വലിയ ചരിത്രമാണ് ഉഹദിനുള്ളത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യമാക്കപ്പെട്ട ശറഫാക്കപ്പെട്ട ശരീരം പരിശുദ്ധമായിരിക്കുന്ന ഉഹദ് മലയുടെ ഒരു പൊത്തിൽ കൊണ്ടുപോയി അവിടുന്ന് സംരക്ഷണത്തിന് വേണ്ടി സഹാബാക്കൾ പ്രത്യേകം ഏർപ്പാടാക്കി വെക്കുകയുണ്ടായി. ആ ഒരു പൊത്ത് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ആ വലിയതായിരിക്കുന്ന ഒരു റീഹുൻ ത്വയ്യിബ് അതിനുണ്ട് എന്ന് പല ആളുകളും കേറിയ ആളുകളൊക്കെ പറയുന്ന ഒരു വലിയൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഉഹദിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഒരു നഗ്നമായ യാഥാർത്ഥ്യമുണ്ട്. ഹബീബായ റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്ന വലിയൊരു സന്ദേശമുണ്ട്. നമ്മൾ ഒരാളെ നേതൃത്വ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ വാക്ക് ധിക്കരിക്കാൻ നമ്മൾ പാടില്ല. ഖിയാമത്ത് നാൾ വരെ മുസ്ലിം ഉമ്മത്തിന് ഉഹദിൽ ചെറിയ ഒരു പരീക്ഷണം വന്നത് ആ ഒരു പരീക്ഷണം നേതൃത്വത്തെ അംഗീകരിക്കാത്ത ഒരു കാര്യം കൊണ്ട് മാത്രമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം കൽപ്പിച്ചിരുന്നു അമ്പെയ്ത്തുകാരോട്, ഇവിടെ എന്ത് നടന്നു കഴിഞ്ഞാലും പ്രത്യേകമായി കൊണ്ട് നിങ്ങളോട് കൽപ്പന ലഭിക്കുന്നത് വരെ
അതിന്റെ മുകളിൽ നിന്ന് ഒരാളും ഇറങ്ങരുത് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഹബീബായ റസൂലുള്ളാന്റെ ആ ഒരു വാക്ക് കേൾക്കാതെ അതിന്റെ മുകളിൽ നിന്ന് അങ്ങനെ അവർ തീരുമാനിച്ചിറങ്ങിയതിന്റെ ഫലമായി കൊണ്ടാണ് വലിയ ഒരു പരീക്ഷണം ഉഹദിൽ നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് അത് നമുക്ക് മാതൃകയാണ്. ജീവിതത്തിൽ എന്ത് പരീക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാലും, ജീവിതത്തിൽ എന്ത് വന്നു കഴിഞ്ഞാലും പരിശുദ്ധമായ ദീനിന്റെ കാര്യത്തിൽ ഹക്കിന്റെ പേരിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാനുള്ള വലിയൊരു ഊർജ്ജമാണ് ഉഹദിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത്. ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധമായ ദീനിന് വേണ്ടി കാലിൽ ഒരു മുള്ളു പോലും തറക്കേണ്ട ഒരവസ്ഥ നമുക്ക് വന്നിട്ടില്ല. എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിശേഷിപ്പിച്ച മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ അനുഗ്രഹങ്ങൾ, ലോകത്തിന് വലിയ അനുഗ്രഹമായി കൊണ്ട് ഇറക്കപ്പെട്ട മഹാനായ റസൂലുള്ളാഹ് അള്ളാന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി എത്രത്തോളം ത്യാഗം ചെയ്തു എന്ന് ഈ ഉഹദ് രണാങ്കണം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അവിടുത്തെ മുൻപല്ല് പോലും പറഞ്ഞുപോയി, അവിടുന്ന് പരിക്ക് പറ്റി, അവിടുത്തെ രക്തം ചിന്തി. അതോടൊപ്പം തന്നെ 70ഓളം വരുന്ന സഹാബാക്കള് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ മാർഗത്തിൽ ഷഹീദായി. അങ്ങനത്തെ ഒരു വലിയ ത്യാഗോജ്ജലമായ ഓർമ്മകൾ അയവിറക്കുന്ന ഒരു മണ്ണ് കൂടിയിട്ടാണ് ഉഹദ് രണാങ്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധരായിരിക്കുന്ന ഉഹദ് ശുഹദാക്കളുടെ ബറക്കത്ത് കൊണ്ട് അവന്റെ മുത്തഖീങ്ങളിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ ഉഹദിലെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ നേടിയെടുക്കേണ്ട ഒരു ഈമാനികമായ ഊർജമുണ്ട്, ആ ആവേശമുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ മരണം വരെ കൈമുതലാക്കിക്കൊണ്ട് ഇവർ സഹിച്ച ത്യാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓർത്തുകൊണ്ട് ഇഖ്ലാസോടുകൂടി പരിശുദ്ധമായ ദീനിന്റെ മാർഗങ്ങളിൽ മുന്നേറാൻ നമ്മളെ ശ്രദ്ധിക്കണം. അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രധാനമായി കൊണ്ട് ഈ ഭാഗത്ത് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറാണ് ഉള്ളത്. അവിടെ അതേപോലെ തന്നെ അബ്ദുല്ലാ ഇബ്നു ജഅ്ശ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ഷമ്മാസ് റളിയല്ലാഹു അൻഹു, മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, ഇവരാണ് മുഹാജിരികളിൽ നിന്ന് അവരാണ് വഫാത്തായത്. അവരുടെ നേതാവ്, ഈ ഉഹദിന്റെ നായകൻ, അതോടൊപ്പം തന്നെ ലോകത്തെ എല്ലാ ശുഹദാക്കളുടെയും നായകൻ മഹാനായ സയ്യിദ് ശുഹദാ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ആണ്. വഹ്ശി പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് ഹബീബായ റസൂലുള്ളാഹിക്ക് വഹ്ശിനെ ഇങ്ങനെ കാണുമ്പോ, വഹ്ശിന്റെ മുഖം കാണുമ്പോ എന്ത് ചെയ്യും? ഹംസ റളിയല്ലാഹുവിന്റെ ഓർമ്മ വരും. അപ്പൊ പിന്നെ കരച്ചിൽ വരും. അപ്പൊ പറഞ്ഞു, നിങ്ങൾ എന്റെ മുന്നിലേക്ക് വരരുതേ എന്ന്. കാരണം ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എങ്കിലും ഈ ഒരു ഓർമ്മ വരും. അങ്ങനെ വഹ്ശി മദീന വിട്ടു പോവുകയാണ്. പിന്നീട് വഹ്ശി പറഞ്ഞിട്ടുണ്ട്, ആ ചാറ്റുളി കണ്ടാണ് മുസൈലിമത്തുൽ കദ്ദാബിനെ പിന്നെന്ത് ചെയ്യുന്നത്? കള്ളപ്രവാചകനായി കൊണ്ട് വാദിച്ച് കടന്നു വന്ന മുസൈലിമ എന്ന് പറയപ്പെടുന്ന കള്ളപ്രവാചകത്വം വാഹിച്ചവനെ വഹ്ശി കൊള്ളുന്നത് അതേ ചാറ്റുളി കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വഹ്ശി പിന്നെ പറയുന്നു, ലോകത്ത് ഏറ്റവും ഹൈറായ ഒരു മനുഷ്യനെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ വധിച്ചു. അതിന് പകരം വീട്ടിയത് ലോകത്തെ ഏറ്റവും നീചനായ ഹബീബിന് ശേഷം കള്ളപ്രവാചകത്വം വാദിച്ച് കടന്നു വന്നവനെയും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? വധിച്ചിട്ടുണ്ട് എന്ന് വഹ്ശി പറയുമായിരുന്നു. സയ്യിദ് ശുഹദാ മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം സ്വർഗം പുൽകാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ഇനി ആ കെട്ടിലുള്ള ബാക്കി ഉഹദ് ശുഹദാക്കളാണ് ആ കെട്ടിൽ അന്തിയുറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഉഹദ് രണാങ്കണം പ്രധാനമായി കൊണ്ട് യുദ്ധം നടന്നത് ഈ കെട്ടിന്റെ ഈ ഒരു ഭാഗങ്ങളിലായിക്കൊണ്ടാണ് പ്രധാനമായി കൊണ്ട് യുദ്ധം നടന്നത്. അള്ളാഹു അവരുടെ പൊരുത്തം നമുക്ക് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അവർക്ക് സലാം പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് നമുക്ക് പിരിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. قلبا